വെഞ്ഞാറമൂട് കൂട്ടക്കൊല ആസ്പദമാക്കിയ സിനിമയെന്ന് ആരോപണമുയർന്ന കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയാതെ ഹൈക്കോടതി. സിനിമയെ വെറും ഒരു കലയായി കണ്ടാൽ പോരെ എന്ന് കോടതി ചോദിച്ചു. ഒരു സിനിമ എങ്ങനെ കേസ് അന്വേഷണത്തെയും വിചാരണയെയും ബാധിക്കുമെന്നും കോടതി ആരാഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊല ആസ്പദമാക്കിയ സിനിമയെന്ന ആരോപണത്തിന് കൃത്യമായ തെളിവെന്താണെന്നും കോടതി ചോദിച്ചു. ഹർജിയിൽ സെൻസർ ബോർഡ് അടക്കമുള്ള എതിർകക്ഷികളോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കേസിൽ വിചാരണ നടക്കാനിരിക്കെ സിനിമ റിലീസ് ചെയ്യുന്നത് നീതിയുക്തമായ വിചാരണയെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനിടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടി പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമാണ് കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 6-ന് റിലീസ് നിശ്ചയിച്ചിരിക്കുന്ന ചിത്രത്തിനെതിരെയായിരുന്നു ഹർജി. വിചാരണയ്ക്ക് മുൻപ് സിനിമ റിലീസ് ചെയ്യുന്നത് മാധ്യമ വിചാരണയ്ക്ക് കാരണമാകുമെന്നും ഇത് തന്റെ മകന്റെ മൌലികാവകാശങ്ങളെ ബാധിക്കുമെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. സിനിമയിൽ അഫാനെ കൊടുംകുറ്റവാളിയായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ മുൻവിധിയെ സ്വാധീനിക്കുമെന്നും കുടുംബം ആരോപിച്ചു. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. നേരത്തെ കൂടത്തായി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട കേസിലും സമാനമായ ഹർജികൾ വന്നിരുന്നെങ്കിലും സിനിമയും സീരിയലും സാങ്കല്പിക കഥയാണെന്ന മുന്നറിയിപ്പ് നൽകി പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുകയായിരുന്നു ഉണ്ടായത്. 2025 ഫെബ്രുവരി 24-നായിരുന്നു കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. അഫാൻ എന്ന യുവാവ് സ്വന്തം കുടുംബാംഗങ്ങളടക്കം 5 പേരെ കൊലപ്പെടുത്തിയെന്നതാണ് കേസ്.